ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനൊരു ഹോം ടൂർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ നാളായി ഒരു ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ വൈകി പോയി. ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സായ 2 ചേച്ചിമാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹോം ടൂർ ചെയ്യുമോ, അത് നല്ല രസമുണ്ടാവും കാണാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് ഞാൻ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ, എക്സ്പെഷ്യലി എൻ്റെ രമ്യ ചേച്ചിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് കയറി അച്ഛൻ കുറേ ചെടികളെല്ലാം നട്ടിട്ടുണ്ട്. പിന്നെ ഈ നമ്മൾ ഫുൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, മുന്നേ ചോർച്ചയുള്ളതുകൊണ്ട്. പിന്നെ മുറ്റത്തും മുകളിലും ഫുള്ള് ഷീറ്റ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് മുറ്റത്ത് തന്നെ ഫുൾ നമ്മൾ ചെടികൾ ഹാങ്ങിങ് ആയിട്ടുള്ള കുറേ ചെടികൾ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ മുറ്റുണ്ട്, മുറ്റെല്ലാം നല്ല ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാർ പോർച്ചുണ്ട്, പക്ഷേ കാറില്ല കേട്ടോ. അതിന് പകരം അവിടെ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. ഒഴിവ് സമയങ്ങളിൽ നമ്മളവിടെ ഊഞ്ഞാലാടും. പിന്നെ മുറ്റത്തോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ നമ്മളെ കിണർ. ആ കിണറിൽ നിന്ന് തന്നെ ഒരു ബാത്റൂമിലേക്കോ അങ്ങനെ നമ്മൾ കിണറിൽ നിന്ന് വെള്ളമെല്ലാം എടുക്കൽ. ഇത് പഴയ വീട് പൊളിച്ചിട്ട് ഉണ്ടാക്കിയാണ്, അതുകൊണ്ട് ആ ഭാഗമൊന്നും കളഞ്ഞിട്ടാട്ടോ. കിണറിനോട് ബന്ധപ്പെട്ട കുളിമുറി ഭാഗങ്ങളൊന്നും അതുപോലെ കീപ്പ് ചെയ്തിട്ട് തന്നെ നമ്മളിത് ചെയ്തിട്ടുണ്ടായിനി. പിന്നെ മുറ്റത്തുനിന്ന് നേരെ കയറി വരുന്ന സിറ്റ് ഔട്ടിലേക്കാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സിറ്റ് ഔട്ട് തന്നെയാണ്. ഒരു 3 സീറ്റർ ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ടീപ്പോയി വെക്കേണ്ടതിൽ സൗകര്യമുണ്ട് കേട്ടോ. സിറ്റ് ഔട്ട് നേരെ നമ്മളെ ലിവിങ് ഹാളിലേക്ക് വരും. നമ്മൾ ഹാളിലേക്ക് ഒരു വലിയ ഹാളാണ് കേട്ടോ. ഹാളും തന്നെയാണ്. 3 ബെഡ്റൂമായി ഉള്ളത് നമ്മളെ വീട്ടിൽ. 3 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് നമ്മളെ ഹാളിൽ തന്നെയാണ് കേട്ടോ. ഇത് പഴയ മോഡലാണെന്നല്ല. പിന്നെ ഒരു സ്റ്റെയർ കേസ് ഉണ്ട്, പക്ഷെ മുകളിൽ ഒരു ഫ്ലോർ മാത്രമേ ഉള്ളൂ. മുകളിൽ റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ സ്റ്റെയർ കേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഹാളിൽ തന്നെ 3 സെറ്റ് ചെയ്ത് ഒരു 3 സീറ്ററിൻ്റെ സെറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ സിംഗിളായിട്ടുള്ള 2 സെറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഷോ കേസും സാധനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടി കുറേ എണ്ണം തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ചുമരിൽ കാണുന്ന പെയിൻറ്റിങ്സ് എല്ലാം ഞാൻ ചെയ്തതാണ്, പക്ഷെ അതെല്ലാം എൻ്റെ അതിൻ്റെ മുകളിൽ ചിത്രം വരച്ച് കൊളാക്കിയിട്ടുണ്ട്. പക്ഷെ എല്ലാ റൂംസിലും ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാളിൽ നിന്ന് തന്നെ നമുക്കൊരു പൂജാ റൂം സെപ്പറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണിയെല്ലാം വെച്ചിട്ടുള്ള ഡോറാണ് കേട്ടോ. ഇനി നല്ല വലിയ പൂജാ റൂമാണ്. അച്ഛൻ പ്രത്യേകം വീടെടുക്കുമ്പോൾ തന്നെ ഒരു പൂജാ റൂമും ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. പക്ഷേ ഈ വീട് കെട്ടിയപ്പം ഇതൊന്നും പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല. ജസ്റ്റ് ഉള്ളൊന്ന് തേച്ച് നിലം കോൺക്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീട്ടിൽ കുടികൂടിയിട്ടുണ്ടായിനി. ഇത് ഏകദേശം ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 2005 ഈ വീട്ടിൽ എൻ്റെ വീട്ടിൽ കുടികൂടൽ ഉണ്ടായിട്ടുണ്ടായിനി. പിന്നെയാണ് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഈ വീട്ടിൻ്റെ എല്ലാ പണിയും ചെയ്തിട്ടില്ലേ. ജനൽ വരെ കൂട്ടിയിട്ടുണ്ടായിട്ടില്ല, ജസ്റ്റ് ജനൽ നമ്മൾ കർട്ടനിട്ട് അടച്ചിട്ടാണ് ഉണ്ടായിരുന്നു നമ്മൾ ഈ വീട്ടിൽ കുടി കൂടുമ്പം. ബാക്കിയെല്ലാം പയ്യെ ചെയ്തതാണ്. ഫ്ലോറിങ്ങും പെയിൻറ്റിങ്ങും വീടിൻ്റെ പുറം വരെ തേച്ചത് മെല്ലെയാണ് കേട്ടോ. പിന്നെ ഒരു TV സ്റ്റാൻഡ് ഉണ്ട്. പണ്ട് നമുക്ക് നമ്മൾ കളർ TV വെക്കുന്നതാണ് ഉണ്ടായിനി. ഇപ്പം അത് ചുമരിനില്ല നമ്മൾ സ്മാർട്ട് TV ആയതുകൊണ്ട് ഇപ്പം അവിടെ എല്ലാം ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാളിയും എല്ലാ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ഒരുപാട് ഷോ പീസസ് ഉണ്ട്. ഇത് നിമോൻ്റെ ബർത്ത് ഫ്രെയിം ആക്കിയതാണ് കേട്ടോ. അപ്പം ചായ കുടിക്കാനാണ് നമ്മൾ ഈ ടീപ്പോയി വെച്ചിന്. പക്ഷേ ഈ ടീപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫോട്ടോസാണ് കേട്ടോ ഉള്ളത്. പിന്നെ അതൊരു വേളാങ്കണ്ണി മാതാവിൻ്റെ പ്രതിമയാണ്. പിന്നെ എല്ലാം നമ്മളെ ഫോട്ടോസാണ് കേട്ടോ. കുഞ്ഞളിയും നമ്മൾ എല്ലാ ഫാമിലി ഫോട്ടോസുമാണ്. അങ്ങനെ ഹാളിൽ ഫുള്ളും ഫോട്ടോസും കാര്യങ്ങളെല്ലാമായിട്ട് നിറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് 3 റൂംസാണ് ഉള്ളത് കേട്ടോ. 3 അറ്റാച്ച്ഡ് ബാത്റൂമിലുള്ള റൂംസ് തന്നെയാണ് അതിൽ. പിന്നെ ഇതൊരു പ്രത്യേകം പറഞ്ഞ് നമ്മൾ ആക്കിപ്പിച്ചതാണ് കേട്ടോ. ഈ മരിച്ചവരെ ഫോട്ടോസ് വെക്കാൻ വേണ്ടി വേറെ തന്നെ ഒരു ഷോ കേസ് ആക്കിയത്. ഇവിടെ അച്ചച്ചനുണ്ട്, അമ്മമ്മയുണ്ട്, മാമനുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. അവർക്ക് വേണ്ടി വേറെ തന്നെ ഒരു ഷോ കേസ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാണ് മെയിനായിട്ടുള്ളൊരു റൂം. ഇത് ഞാനാണ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യൽ. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ്. ഈ പെയിൻറ്റിങ്സ് ഒക്കെ ഞാൻ ചെയ്തതാണ് കേട്ടോ. ഇതെല്ലാം ഇത് ഞാൻ എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഞാൻ ചെയ്തതാണ്. ഈ അന്നേരം എനിക്കിങ്ങനെ ഭയങ്കര ക്രേസ് ഉണ്ടായിന് ഇങ്ങനെ വാൾ പെയിൻറ്റിങ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പെയിൻറ്റിങ് എല്ലാം ഞാൻ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുറിയാണ്. 2 ജനൽപ്പാളികളുണ്ട്. 3 എണ്ണം വരുന്ന 2 സൈഡിലും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് 2 അലമാര നല്ല പുതിയ ഡ്രസ്സ് വെക്കുന്നതും ബാക്കി വീട്ടിൽ നിന്നിരുന്ന ഡ്രസ്സെല്ലാം വെക്കുന്നത് ഈ അലമാരയിലാണ് കേട്ടോ. അങ്ങനെ മറ്റ് 2 അലമാരയിൽ നമ്മൾ പോകുമ്പോൾ വെക്കുന്ന ഡ്രസ്സെല്ലാം വെക്കും. അപ്പോൾ ഈ ഇത് എൻ്റെ കല്യാണ ഫോട്ടോ ആണ് കേട്ടോ. അപ്പം അത് ഞാൻ ഇവിടെ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിനി. പിന്നെ ഇത് വേറെ ഒരു റൂമാണ്, ഒരു സെക്കൻഡ് റൂം പോലെ. ഇതും അത്യാവശ്യം എല്ലാ റൂംസും നല്ല വലിപ്പമുള്ള റൂംസാണ് കേട്ടോ. ഇതിലൊരു വലിയ കബോർഡ് ഉണ്ട്.
ആ കബോർഡിൽ നമുക്ക് എല്ലാ സാധനവും വെക്കാം കേട്ടോ. ഡ്രസ്സ്, ബെഡ്ഷീറ്റ് അങ്ങനെയില്ലേ. പിന്നെ വേറെ കുറേ പെട്ടികൾ, ഇങ്ങനെ പഴയ സാധനങ്ങളെല്ലാം നമ്മൾ ഇതിലാണ് കേട്ടോ വെക്കൽ. അപ്പോൾ ഒരു റൂമിലും, എല്ലാ റൂമിലും ഈ കർട്ടൻ റോഡ് നിങ്ങൾ കാണുന്നുണ്ടോ, പക്ഷെ കർട്ടനെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പല്ലിയെല്ലാം അതിൽ കൂടിയിട്ട് ഇങ്ങനെ ഫുൾ അപ്പിട്ട് വൃത്തിയേടാക്കുന്നതുകൊണ്ട് കർട്ടൻസ് ഒന്നും ഇടലില്ല. പിന്നെ കർട്ടനെല്ലാം ഇട്ടാൽ വീട്ടിലേക്കുള്ളൊരു വെളിച്ചവും ലൈറ്റിങ്സും കാര്യങ്ങളെല്ലാം കുറവായിരിക്കും. അതുകൊണ്ട് എല്ലാ കർട്ടനും കഴുകി വെച്ചിട്ടേ ഉള്ളത്. പിന്നെ ഇത് 3ാമത്തെ റൂമാണ്. 3 റൂമാണ് ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഇത് 3ാമത്തെ റൂമാണ്. അപ്പോൾ ഇതും അത്യാവശ്യം എല്ലാം 3 റൂംസും അത്യാവശ്യം നല്ല വലിപ്പമില്ലാന്ന്. എല്ലാവരും കബോർഡ്സും പിന്നെ എക്സ്ട്രാ ആയിട്ട് ഷെൽഫ്സും ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ഡ്രസ്സിങ് ടേബിളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ്. ജനൽപ്പാളികളെല്ലാം ഉണ്ട്. പിന്നെ ഇതെല്ലാം ബാത്റൂം റീസെൻ്റ്ലി എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ആക്കിയതാണ് കേട്ടോ. ഞാൻ മിക്കി മൗസിനെല്ലാം വരച്ചത് ഞാൻ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഹാളിൽ നിന്ന് നേരെ പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. അപ്പോൾ ഒരു 6 സീറ്ററിലെ ഡൈനിങ് ടേബിൾ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതെല്ലാം അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ അലമാരയാണ് കേട്ടോ. ഇതെല്ലാം എക്സ്ട്രാ ആക്കിയതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അലമാര ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും അതിൽ വെക്കാം. അങ്ങനെ വെച്ച സാധനങ്ങളൊന്നും ആരും കാണൂല. ഇതുപോലെ ഇതിൻ്റെ അടിയിലും ഉണ്ട് കേട്ടോ. ഈ കൗണ്ടർ ടോപ്പിൻ്റെ താഴെയും ഇങ്ങനെയുള്ള അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ കബോർഡ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാം. പിന്നെ ഇതൊരു വാഷിംഗ് ഏരിയ ആണ്. നല്ല പുതിയ മോഡലായിട്ടുള്ളൊരു വാഷ് ബേസിനാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതെല്ലാം ഇപ്പം ഒരു 7 വർഷമായിട്ട് കേട്ടോ. നമ്മൾ ഈ വീട് ഒന്ന് റിനോവേറ്റ് ചെയ്തിട്ടുണ്ടായിന്, അപ്പം ആക്കിയത്. പിന്നെ വർക്കിംഗ് ഏരിയ 2-3 എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ പഴയ വീട്ടിൻ്റെ ഒരു ഭാഗമാണ്, കിച്ചണിൻ്റെ ഭാഗമാണ്. പക്ഷെ അത് നമ്മൾ പൊളിച്ച് കളഞ്ഞിട്ടില്ല. അത് നമ്മൾ പുതിയ വീട് എടുക്കുമ്പോൾ അതിനോട് കൂട്ടിയിട്ട് എടുത്തിന് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട്ടിൽ കിണർ അടുത്താണ്. നമ്മളെ കിണറിൽ നിന്ന് ഒരു ബാത്റൂം തുറന്നിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അതൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല. പിന്നെ ഒരു പുകയില്ലാത്ത അടുപ്പുണ്ട്. പിന്നെ ഇതെല്ലാം ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ടായിന്, സിങ്ക് ഉണ്ടായിന്, പക്ഷെ അത് നമ്മൾ യൂസ് ആക്കലില്ല. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനിൽ ഈ ഏരിയയിൽ വെക്കും. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. പിന്നെ ഗ്രിൽസ് വെച്ച് ഇതെല്ലാം അടച്ചിട്ടുണ്ട്. പിന്നെ അമ്മക്ക് ഇത് പോരാൻ എക്സ്ട്രാ ഒരു വർക്കിംഗ് ഏരിയയും കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് പാചകവും കാര്യങ്ങളെല്ലാം ഉള്ളത്. അമ്മ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലിയറിൻ്റെ ആളാണ്, ഭയങ്കര അടുക്കും ചിട്ടിയല്ലാണ്. അപ്പം ഇത് വേറെ തന്നെ ഒരു വലിയ വർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. അമ്മക്ക് വേണ്ടി വേറെ തന്നെ ആക്കിയതാണ്. അപ്പോൾ ഇത് സ്റ്റെപ്പ് ഇറങ്ങണം, ഒരു 3 സ്റ്റെപ്പ് ഇറങ്ങണം കേട്ടോ. ഇത് കൂട്ടി എടുത്തതല്ലേ, അപ്പോൾ എല്ലാം കൂട്ടി എടുത്തുകൊണ്ട് താഴോട്ടായില്ലത്. പിന്നെ ഇത് നമ്മളെ പുറത്താണ് കേട്ടോ. എല്ലാം അടുക്കള ഭാഗത്തിൻ്റെ പുറം ഭാഗമാണ്. ഇത് ഒരു അലക്ക് കല്ലുണ്ട്. പുറത്ത് കണ്ടത് നിങ്ങൾ അലക്ക് കല്ലെല്ലാം ഉണ്ട്. പിന്നെ അത് എപ്പോഴെങ്കിലും നമ്മൾ യൂസ് ആക്കും. പിന്നെ മുകളിൽ വേറെ ഒരു ഫ്ലോർ മാത്രമേ ഉള്ളൂ, 2 സെക്കൻഡ് ഫ്ലോറൊന്നുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിൻ്റെ ഉൾവശവും കാഴ്ചകളെല്ലാം. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ ഊഞ്ഞാലാണ്. ഇത് ഫുൾ ടൈം ഇതിൽ പകലും രാത്രിയെല്ലാം ഊഞ്ഞാലാടാൻ വേണ്ടി ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു മോശമില്ലാത്തൊരു വീടാണ്. അപ്പം 3 ബെഡ്റൂമായില്ലത്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിനി ഹോം ടൂർ ചെയ്യുമോയെന്ന്. അപ്പോൾ അതുകൊണ്ട് ചെയ്തതാണ് കേട്ടോ. സ്പെഷ്യലി ഇത് ഡെഡിക്കേറ്റഡ് ചെയ്യുന്ന നമ്മൾ രമ്യ ചേച്ചിക്കാണ് കേട്ടോ. രമ്യ ചേച്ചി എന്നോട് പറഞ്ഞു രമ്യ ചേച്ചിക്ക് വീട് എടുക്കണം, അപ്പോൾ നിൻ്റെ ലിവിങ് ഏരിയ നന്നായിട്ടുണ്ട്, ഒരു ഹോം ടൂർ ചെയ്യുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം എൻ്റെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഡു ലൈക്സ്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.